മഴക്കാല രോഗങ്ങൾ. മഴക്കാലമെത്തി. എല്ലാ മഴക്കാലത്തും മതിയായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാത്തതിനാൽ സാംക്രമിക രോഗങ്ങൾ പടരാറുണ്ട്. സാധാരണ കണ്ടുവരുന്ന ചില മഴക്കാല രോഗങ്ങളെക്കുറിച്ച്. ജലദോഷപ്പനികൾ. കോമൺ കോൾഡ് എന്നറിയപ്പെടുന്ന ഇൻഫ്ലുവൻസ മഴക്കാലത്ത് സാധാരണ കണ്ടുവരുന്ന രോഗമാണ്. തൊണ്ട, മൂക്ക് ഇവയ്ക്കുള്ളിലെ നേർത്ത സ്ഥലത്തിൽ വൈറസ് ബാധയുണ്ടാവുകയും തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി ഇത് പ്രത്യക്ഷപ്പെടും. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വായുവിൽ കൂടി പകരും. 4-5 ദിവസത്തിനകം തനിയെ ഭേദമാകുന്ന ഒന്നാണിത്. ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ. വ്യക്തി ശുചിത്വം പാലിക്കുകയും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും പൊത്തിപ്പിടിക്കുകയും ചെയ്താൽ ഇത് പകരുന്നത് ഒരു പരിധിവരെ തടയാം. ജലജന്യ രോഗങ്ങൾ. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവ മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടും. ഇവ മലിനജലത്തിൽ കൂടി പകരുന്നതാണ് കാരണം. ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളാണ് എല്ലാത്തരം വയറിളക്ക രോഗങ്ങൾക്കും ഉണ്ടാകുന്നത്. അതോടൊപ്പം മഞ്ഞ നിറമുണ്ടെങ്കിൽ ടൈഫോയിഡോ ഹെപ്പറ്റൈറ്റിസ് എയോ ആകാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണം ഇത്തരം രോഗങ്ങളുടെ ഭാഗമായി ഉണ്ടാകാം. ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖം ചില ശാരീരിക അവയവങ്ങളെയും ബാധിച്ചേക്കാം. ടൈഫോയിഡ്, കോളറ തുടങ്ങിയ ബാക്ടീരിയൽ അണുബാധകൾക്ക് ആന്റിബയോട്ടിക് മരുന്നുകളും അതോടൊപ്പം തന്നെ നിർജ്ജലീകരണം തടയാനുള്ള മാർഗങ്ങളും ചികിത്സയായി നൽകും. ഹെപ്പറ്റൈറ്റിസ്, വയറിളക്ക രോഗങ്ങൾ എന്നിവയ്ക്ക് രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ മതിയാകും. വളരെ അപൂർവമായി മാത്രം ഹെപ്പറ്റൈറ്റിസ് എ മാരക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ശുദ്ധമായ ജലസ്രോതസ് ഉപയോഗിക്കുകയും പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കുകയും ചെയ്യുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇവ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം വയറിളക്ക രോഗങ്ങൾ തടയാം. ടൈഫോയിഡിനും ഹെപ്പറ്റൈറ്റിസ് എയ്ക്കുള്ള വാക്സിനും ലഭ്യമാണ്. കൊതുകുജന്യ രോഗങ്ങൾ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ, മലമ്പനി തുടങ്ങിയ പരത്തുന്ന കൊതുകുകൾ മഴക്കാലം കഴിഞ്ഞുള്ള സമയത്ത് പ്രജനനം നടത്തും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ പ്രജനനം നടത്തുന്നത്. പനി, തലവേദന, ശരീരവേദന, സന്ധിവേദന, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളും വെളുത്ത രക്താണുക്കളും കുറയുക, അതിനാൽ രക്തസ്രാവം ഉണ്ടാകുക തുടങ്ങിയ മാരക പ്രത്യാഘാതങ്ങൾക്ക് വരെ കാരണമായേക്കുന്നതാണ് ഡെങ്കിയും മലേറിയയും പോലുള്ള രോഗങ്ങൾ. പല ശരീര അവയവ വ്യവസ്ഥകളെയും ബാധിക്കുകയും ചെയ്തേക്കാം. എങ്കിലും നേരത്തെ രോഗലക്ഷണങ്ങൾ കണ്ട് ചികിത്സ തേടിയാൽ വേഗം സുഖപ്പെടുത്താവുന്ന അസുഖങ്ങളാണിവ. കൊതുകുജന്യ രോഗങ്ങളായതിനാൽ കൊതുകിന്റെ പ്രജനനം കുറയ്ക്കുക മാത്രമാണ് ഇവ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ഏക വഴി. അതിന് വീടിന് ചുറ്റും ചിരട്ട, പൂച്ചട്ടികൾ, ടയറുകൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുക, ഓടകളും മറ്റ് മലിന സ്രോതസ്സുകളും വൃത്തിയാക്കുക തുടങ്ങിയവ മുൻകൂട്ടി ചെയ്യണം. വ്യക്തിഗത മാർഗങ്ങളായ കൊതുകുവല, കൊതുകിനെ അകറ്റുന്ന തരത്തിലുള്ള മരുന്നുകൾ തുടങ്ങിയവയും അവലംബിക്കാം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മഴക്കാല രോഗങ്ങൾ പിടിപെടാതെ സൂക്ഷിക്കാം. ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും പൊത്തിപ്പിടിക്കുക. രോഗമുള്ളയാളുമായി അധികം അടുത്തിടപഴകാതിരിക്കുക. ഉണങ്ങിയ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുകയോ നനഞ്ഞ തുണികൾ പൂപ്പൽ ബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും. കൊതുകിന്റെ പ്രജനനം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. വ്യക്തിഗത രക്ഷാമാർഗങ്ങളും അവലംബിക്കുക. നന്നായി വേവിച്ച ഭക്ഷണം മാത്രം കഴിക്കുക. പുറത്തുനിന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഭക്ഷണം ഒഴിവാക്കുക.